കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ പറഞ്ഞതിന് അത്രയും വിശദമായിട്ട് ഇനിയും പോയിൻറ്റുകൾ ഞാൻ പറയുകയില്ല. വേഗം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഏഴാമത് ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു വിശദീകരണമാണ് എട്ടാമത്തെ പോയിൻ്റ്. അതായത് സുവിശേഷം പറയാനും സഭകൾ സ്ഥാപിക്കുവാനുള്ള അവകാശം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അതാണ് ഞാൻ എട്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം പറയാനും സഭകൾ സ്ഥാപിക്കുവാനുമുള്ള അവകാശം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അപ്പോൾ സഭകൾ സ്ഥാപിക്കുന്ന അവസരത്തിൽ ഒരു മിഷനറി ഉണ്ടെങ്കിലേ സഭകൾ സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിയമം ശരിയല്ല. അങ്ങനെ സഭകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ ഒരു മിഷനറി ഉണ്ടായിരിക്കണം. ആദ്യത്തെ സഭായോഗത്തിന് എന്ത് ചെയ്യണം? മിഷനറിയുടെ സാന്നിധ്യമില്ലെങ്കിൽ സഭയാകുകയില്ല എന്നൊക്കെ പറയുന്നതൊന്നും ബൈബിളിലെ ക്രമീകരണമല്ല. എന്നാലൊരു പ്രായോഗികമായിട്ട് അതിനൊരു വശമുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ സഹകരണത്തിലും സഹവർത്തത്തിലും ഒക്കെ പോകുമ്പോൾ ഈ പുതുതായിട്ട് സ്ഥാപിക്കപ്പെട്ട സഭ നമ്മളോട് സഹകരിച്ച് പോകാനായിട്ട് താല്പര്യമുള്ളൊരു സഭയാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമ്മളുടെ മധ്യത്തിൽ മിഷനറിമാരായിട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ച് അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമായ കാര്യമല്ല. ഞാനതിനെക്കുറിച്ചൊരു പ്രസ്താവന പറഞ്ഞാലത് പരസ്യമായി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനതിൽ നിന്ന് പിന്മാറുകയാണ്. എങ്കിലും എൻ്റെ ഹൃദയത്തിലൊരു പ്രസ്താവനയുണ്ട്. രഹസ്യമായി ചോദിക്കുന്നവരോട് ഞാൻ പിന്നീട് ആ പ്രസ്താവന പറയുന്നതാണ്. ഇത് പരസ്യമായി ആ പ്രസ്താവന പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം, അതിനെക്കുറിച്ച് നിഷ്കർഷ പറയുന്നതിൻ്റെ കാര്യം എന്താണ് എന്നുള്ള എൻ്റെ ഒരു വിലയിരുത്തലാണ്. ഞാൻ അത് പരസ്യമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സഭ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ അത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം പല നിലകളിൽ ദൈവത്തിൻ്റെ സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മെത്തേഡെന്ന് പറയുന്നത് മൈഗ്രേഷൻ മെത്തേഡിലെ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവർ സുവിശേഷം കേട്ടു. കുറേ നാളൊക്കെ അവർ യെരുശലേമിൽ തന്നെ പാർത്തു. തിരിച്ചു പോകാൻ മനസ്സിലായിരുന്നു. എന്നാൽ പ്രതികൂലം വന്നു കഴിഞ്ഞപ്പോഴേ അവർ ചിതറിപ്പോയി. എന്നിട്ട് അവർ വന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോയി. അവർ ചെന്ന സ്ഥലത്ത് അവർ അടുത്തുള്ള ആൾക്കാരോടൊക്കെ സുവിശേഷം പറഞ്ഞ് അവിടെ സഭകൾ സ്ഥാപിച്ചു. റോമയിലുള്ള സഭ ഒരുപക്ഷേ ഇങ്ങനെ പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം കേട്ട ആളുകൾ പോയി സ്ഥാപിച്ച സഭയായിരിക്കാം. പിന്നീട് പൊന്തോസ്, ഗലാത്യയിൽ അപ്പസ്തലനായ പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിലുള്ള സഭകളാണെന്ന് നമുക്കറിയാം. ബിഥുന്യ, പൊന്തോസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സഭകൾ സ്ഥാപിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അവർ ഒരുപക്ഷേ പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം കേട്ടതായിരിക്കുന്ന ആളുകൾ മടങ്ങിപ്പോയി അവിടെ സുവിശേഷം പറഞ്ഞ് അവിടെ സഭകൾ സ്ഥാപിച്ചതാണ്. അപ്പോൾ അവിടെ സഭകൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അപ്പോസ്തലന്മാർ ചെന്ന് കൈവച്ചു എന്നൊന്നും അവിടെ നമ്മൾ പറയുന്നില്ല. എന്നാൽ സഭ അവിടെ അപ്പോസ്തലന്മാർ ചെല്ലുകയും കൈവയ്ക്കുകയും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നിർബന്ധം പറയരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ സഭയാകത്തുള്ളൂ, അല്ലെങ്കിൽ സഭയാകുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് ബൈബിളിൻ്റെ പിൻബലം ഒരു നിലയിലും ഉണ്ടാവുകയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഞാൻ കർത്താവ് അനുവദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ കൂടെ ഒരു പ്രസംഗ പരമ്പര നടത്തണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് ആ പ്രസംഗം പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞോളാം. ഇൻ്റർപ്രിറ്റിംഗ് ദ ബുക്ക് ഓഫ് ആക്ട്സ് അതൊരു ഭയങ്കര പണിയാകട്ടോ. അത് വളരെ രസകരമായിരിക്കുന്ന ഒരു സമീപനമാണ്, എന്നാൽ ദുഷ്കരമായിരിക്കുന്ന സമീപനമാണ്. ഈ സഭകളുടെ മധ്യത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോസ്തല പ്രവൃത്തികളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. പെന്തക്കോസ്തുകാരുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയാണ്. അതിന് വെളിയിൽ അവർ പോവില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കേട്ടൊന്ന് മേളോട്ടും കീഴോട്ടും ചാടുക, അല്ലാതെ അവർ അതിനപ്പുറത്തോട്ട് പോകത്തില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം അവർ പറയുന്ന കാര്യമൊന്നും അല്ല എന്ന് അത് നമുക്ക് ശ്രദ്ധയോടുകൂടെ പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക രീതി ചില കാര്യങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കണ്ടു, അതുകൊണ്ട് അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിന് ശേഷം സഭാസ്ഥാപനത്തിനുള്ള ഏക വഴി എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ മിഷണറിമാർ പോയി സഭകൾ സ്ഥാപിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒരു നിലയിലും സഭകൾ സ്ഥാപിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുന്നത്
അപ്പോസ്തല പ്രവൃത്തികളുടെ ദുർവ്യാഖ്യാനമാണ്. അത് സ്വീകാര്യമായ കാര്യമല്ല. A.B. ഗ്രീൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ആത്മീയ വർധനയേക്കാൾ ഉപരി പരിജ്ഞാനം വരുന്ന ഒരു പുസ്തകമാണ്. ഇവാഞ്ചലിസം ഇൻ ദി ഏർലി ചർച്ച് എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലവാചകം. അത് നിങ്ങൾ വായിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം ആദ്യകാലങ്ങളിലെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ 4 രീതികൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് അപ്പസ്തലന്മാർ പോയി സുവിശേഷം പറഞ്ഞ് ആളുകൾ രക്ഷിക്കപ്പെട്ട് സഭകൾ ആരംഭിച്ചതിനെക്കുറിച്ചാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് പ്രവാചകന്മാരെന്ന് പറയുന്നൊരു പ്രത്യേക ഗ്രൂപ്പ് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന പ്രവാചകന്മാരെന്ന് പറയുന്നത് ആ കാലത്ത് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ട്രാവലിംഗ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ആ കാലത്തെ വളരെ പ്രസിദ്ധമായൊരു കാര്യമായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുകയും ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു ചെറിയ ലേഖനമുണ്ട്. അത് AD 120-130 കാലങ്ങളിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് വന്നാൽ ഇയാൾ യഥാർത്ഥത്തിൽ സത്യപ്രവാചകനാണോ അതോ ഇവരെ കള്ളനാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു വഴിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു പ്രവാചകൻ ഒരു വീട്ടിൽ വന്ന് 2 ദിവസത്തിൽ കൂടുതൽ താമസിക്കുകയാണെന്ന് അവൻ കള്ളനാണെന്നാണ് ഈ ഡിഡാക്കെ അനുസരിച്ചുള്ളതായിരിക്കും നിർദ്ദേശം. ഇവനിങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചോറും പരിപ്പ് കറിയും ഒക്കെ കിട്ടി അവിടേക്ക് താമസിക്കുകയുള്ളൂ ഈ സന്തോഷമായിട്ട്. 2-3 ദിവസത്തിൽ കൂടുതൽ താമസിച്ചാൽ അവൻ കള്ളനാ, അവനെ പറഞ്ഞു വിടണമെന്നാണ് ഡിഡാക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന പ്രവാചകന്മാർ എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിലെ ഒരു ക്രമീകരണമായിരുന്നു. അപ്പോൾ അവർ പലയിടങ്ങളിൽ സഭാസ്ഥാപനത്തിന് ഉള്ള മുഖാന്തരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സുവിശേഷകന്മാരെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അവർ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും സുവിശേഷം പറയുകയും അങ്ങനെ സഭാസ്ഥാപനത്തിന് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ 4-മത് അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ ഞാൻ പറയുക, വിച്ച് മൈറ്റ് ബി ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് വേ ഓഫ് സ്റ്റാർട്ടിങ് ചർച്ചസ് വിച്ച് വാസ് ആക്ച്വലി ദ മിനിസ്ട്രി ഓഫ് ഓർഡിനറി പീപ്പിൾ. ഹോയ് പൊള്ളോയ് അല്ലേ? ഹോയ് പൊള്ളോയ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഹോയ് പൊള്ളോയ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണക്കാരായ മനുഷ്യരെന്നാണ് അതിൻ്റെ അർത്ഥം. ഹോയ് പൊള്ളോയ് സാധാരണക്കാരായ മനുഷ്യർ. പറഞ്ഞു ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അത് മാർക്കറ്റ് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ തുണി അലക്കുന്ന ഇടങ്ങളിലും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ സാധാരണ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും ഒക്കെ കണ്ടുമുട്ടിയ മനുഷ്യരോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും പങ്കുവച്ചു. അങ്ങനെ ആ ദേശത്തുള്ള ആളുകളൊക്കെ സുവിശേഷം അറിയാനായിട്ടിടയായി തീർന്നു. അവരാണ് യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്നാണ് A.B. ഗ്രീൻ എന്ന് പറയുന്ന ദൈവദാസൻ അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ വിശ്വസിച്ചു. അവർ പറഞ്ഞു സാധാരണ വിശ്വാസികളായിരിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും രീതികളിലും ഒക്കെ ലോകത്തുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്. അതിനുള്ള കാരണം എന്താണെന്ന് അവരെ പരിചയമുള്ള ആളുകൾ അന്വേഷിച്ചു. അവരോടൊക്കെ സുവിശേഷം പറഞ്ഞു. അങ്ങനെ അനേകം ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. AD 300 കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം സഭയ്ക്ക് പീഡയുണ്ടായ കാലങ്ങളാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. AD 300 റോമ സാമ്രാജ്യത്തിലെ 10% ആളുകൾ വിശ്വാസികളായിരുന്നു. റോമ സാമ്രാജ്യത്തിലെ 10% ആളുകൾ വിശ്വാസികളായിരുന്നു. അത് വിശ്വാസികൾ പോയിടത്തൊക്കെ സുവിശേഷം പറഞ്ഞ് അവിടെയൊക്കെ സഭകൾ ആരംഭിച്ച് അങ്ങനെ സുവിശേഷത്തിനുണ്ടായ വർധനവാണ് ആ സാമ്രാജ്യത്തെ ക്രിസ്തീയ സ്വാധീനത്തിൽ കൊണ്ടുവന്നത് എന്ന് അതിനെക്കുറിച്ച് ഭക്തന്മാരായ എഴുത്തുകാർ ആ നില സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന രീതികൾ സുവിശേഷവൽക്കരണത്തിനുണ്ട്. ആദിമ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു രീതി മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് സ്വീകാര്യമല്ല. ഇന്നും നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെയൊക്കെ സുവിശേഷം പറയാൻ നിങ്ങൾ വളരെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അവരുടെ വീടുകളിലൊക്കെ ബൈബിൾ ക്ലാസ്സുകൾ തുടങ്ങണം. അവിടെയുള്ള അയൽവാസികളെയൊക്കെ വിളിച്ചു വരുത്തണം. അവരോടൊക്കെ സുവിശേഷം പറയണം. അവിടെ വിശ്വാസികൾ ഉളവായി വരികയാണെങ്കിൽ അവിടെയൊക്കെ സഭകൾ തുടങ്ങണം. അതൊക്കെയാണ് സുവിശേഷവൽക്കരണത്തിനും സുവിശേഷത്തിൻ്റെ വർധനവിനും വേണ്ടിയുള്ള ഏറ്റവും നല്ല മുഖാന്തരങ്ങൾ. ഒരാൾ പോയി അവിടെ എങ്ങാനുമൊക്കെ താമസിച്ചു അവിടെയുള്ള ആൾക്കാരോട് സുവിശേഷം പറഞ്ഞു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അത് അപര്യാപ്തമായിരിക്കുന്ന കാര്യമാണ്. വിശ്വാസികൾ എല്ലാവരും സുവിശേഷവൽക്കരണത്തിൻ്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയും അവരുടെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്താൽ നമ്മുടെ സഭകളൊക്കെ വളരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ആ ആവേശം നഷ്ടപ്പെട്ടതല്ലേ നമ്മളൊരു പ്രധാന പ്രശ്നം. ആളുകൾ നാരാ സുവിശേഷം പറയും, തല്ലി പഠിപ്പിച്ചാലും സുവിശേഷം പറയൂല. അപ്പോൾ അതിനുള്ളതായിരിക്കുന്ന ഒരു അന്തരീക്ഷം, അതിനുള്ള ഉത്സാഹം നമ്മളുടെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷവൽക്കരണത്തിനുള്ള
അവകാശം, സഭകൾ സ്ഥാപിക്കുവാനുള്ള അവകാശം എല്ലാ വിശ്വാസികൾക്കുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ 8ാമത്തെ പ്രസ്താവന. 9ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 9ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിനും സഭാപരിപാലനത്തിനുമായി, സഭാസ്ഥാപനത്തിനുമായി അതിന് കൃപയും പ്രാപ്തിയും യോഗ്യതയുമുള്ളവരെ വേർതിരിക്കണം. അതിനായി വേർതിരിക്കപ്പെട്ട സുവിശേഷകന്മാരെയാണ് നമ്മൾ മിഷണറിമാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ 9ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷ ഘോഷണത്തിനും സഭാസ്ഥാപനത്തിനുമായി അതിനുള്ള കൃപയും പ്രാപ്തിയും യോഗ്യതയുമുള്ളതായിരിക്കുന്ന ദൈവമക്കളെ അതിനായിട്ട് വേർതിരിക്കണം. ഞാൻ പറയാം, സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല കേട്ടോ. ഞാൻ ചില സഹോദരങ്ങളെക്കുറിച്ച് നോക്കിയപ്പോൾ അവരെന്തിനാണ് സുവിശേഷ വേലയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ, അവരെങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതെന്നുള്ളത് എനിക്ക് അതിശയമാണ്. കാര്യം ചോദിച്ചാൽ ലോകത്തിൽ ഇന്ന് വർത്തമാനകാലത്ത് നമ്മളുടെ സഭകളിലൊക്കെ നോക്കിയാൽ വിശ്വാസികളുടെ എല്ലാവരുടെയും നോട്ടമെന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടമാണ്. നല്ല ജോലി, നല്ല ജീവിത സാഹചര്യങ്ങൾ, എങ്ങനെ കാനഡയ്ക്ക് പോകാൻ പറ്റും, എങ്ങനെ ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റും എന്നുള്ളതാണ് സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ എല്ലാം നോട്ടം. അതിനിടയിൽ ചില വിശ്വാസികൾ നല്ല പ്രാപ്തിയും നല്ല ജോലി സാധ്യതയും ഒക്കെയുള്ള ചില വിശ്വാസികൾ പറയും, ഞാൻ അവരൊന്നും പോകുന്നില്ല, ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് പോകാതെ. അയ്യോ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവകൃപയാൽ അവർ ഹൃദയത്തിൽ കൊടുത്ത താല്പര്യമാണിത്. മറ്റൊന്നുകൊണ്ടും അടയ്ക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ദൈവിക താല്പര്യം ദൈവം ചില മനുഷ്യരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. മറ്റൊന്നുകൂടെ അതിനെക്കുറിച്ച് C.H. സ്പർജൻ പറഞ്ഞ പ്രസ്താവനയുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വയ്ക്കൂ. ഒന്നും ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ സമ്മതിക്കുകയില്ലെങ്കിൽ നിങ്ങൾ സുവിശേഷകന്മാരായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. പക്ഷെങ്കിൽ മറ്റൊരു ജോലിയും ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല, ഈ വേലയെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിർബന്ധിക്കുമ്പോഴാണ് നിങ്ങൾ വേലയ്ക്ക് പോകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ചില ദൈവമക്കൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയാം, ദൈവവേല എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ ദൈവം ആദ്യകാലം മുതൽ തന്നെ കിട്ടിയ ഒരാഗ്രഹമാണ് കേട്ടോ. എനിക്ക് ജോലിയൊക്കെ കിട്ടി. ആ കാലത്ത് കോളേജിലെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമായിരുന്നില്ല, നല്ല കൂടിയ പരിപാടിയായിരുന്നു. ആളുകളൊക്കെ പറഞ്ഞത്, പെന്തക്കോസുകാരനായിരിക്കും, നിനക്ക് എങ്ങനെയാണ് മർത്തോമ കോളേജിൽ നിനക്ക് ഒരു ലെക്ചറായിട്ട് ജോലി കിട്ടുന്നത്, പെർമനൻ്റ് പോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് അന്ന് 25 വയസ്സുണ്ട്, 55 റിട്ടയർ ചെയ്തത്. അത്രയും കാലം ജോലി സ്ഥിരപ്പെട്ട് ഗ്യാരണ്ടീഡായിട്ടുള്ള ജോലിയാണ്. അന്ന് വിവാഹത്തിൻ്റെ മാർക്കറ്റിൽ പിന്നെ ലെക്ചറാന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡാണ്. പിന്നെ എനിക്ക് ചില ശാരീരികമായ ചില കൈ വളർന്നതിൻ്റെ ഒക്കെ ഒരു ചെറിയ ക്ഷീണമുണ്ടായിരുന്നു, അത് പറയാം. ഏതായാലും ശരി, നല്ല ഡിമാൻഡുള്ള കാര്യമായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഒരു ലെക്ചറായിട്ട് തുടരാൻ പറ്റുകയില്ലായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് വാട്ട് യു ഷുഡ് ബി. സുവിശേഷം പറയണം, ഒരു സുവിശേഷകനാകണം എന്നുള്ളതായിരിക്കുന്ന താല്പര്യം എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലിട്ടത് കൊണ്ടാണ് ഞാൻ അത് ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് ധൈര്യപ്പെട്ടത്. ജോയി സാറിനോട് ജോയി സാർ എന്നോട് പറഞ്ഞു, റിട്ടയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഈ ജോലി കളഞ്ഞ് അതിന് ശേഷം അവരുടെ കൺസൾട്ടിങ്ങിന് 1,00,000 രൂപ തരാം. 1,00,000 കൂടുതലായിരുന്നു തോന്നുന്നില്ലേ, തരാമെന്ന് പറഞ്ഞു. സാറ് വന്ന് ഒരു കൺസൾട്ടിങ് നടത്തിയാൽ മതി, മാസം 1,00,000 രൂപ തന്നേക്കാമെന്ന്. സാറ് പറഞ്ഞ് പറ്റില്ലായിരുന്നു. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ്. ഈ വേലയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെയുള്ള ദൈവമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? വേലയ്ക്കായിട്ട് നിങ്ങൾ വേർതിരിക്കണം. അവരെ വേലയ്ക്കായിട്ട് നിങ്ങൾ കൂട്ടായ്മയുടെ ബലങ്കരം കൊടുക്കണം. ദൈവവേലയ്ക്കായിട്ട് അവരെ അയക്കണം. അത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ വേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന ആളുകളെയാണ് മിഷണറിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടത് പറഞ്ഞതാണ്, വേലയ്ക്കായിട്ട് ചില മനുഷ്യരെ അയക്കുമ്പോൾ അവർ മിഷണറിമാരാവും, വേലയ്ക്കായിട്ട് ചില മനുഷ്യരെ അയക്കുമ്പോൾ അവർ മിഷണറിമാരാകത്തില്ല. അതെങ്ങനെ പറ്റുന്നത്? അതിനകത്ത് എന്ത് യുക്തിയാണ് ഉള്ളത്? കൈവച്ചാണ് ഇതേത് വേലയ്ക്ക് മാറ്റത്. കൈവച്ചപ്പോൾ ഒരാളെന്തായി? ഒരാൾ മിഷണറിയായി. ഒരാളെന്ന് പറഞ്ഞാൽ ചുരുക്കം ചില ആളുകളെ ആവുള്ളൂ കേട്ടോ, വളരെ ചുരുക്കം ചില ആളുകൾ.
ബാക്കിയുള്ളവരെ ഒന്നും കൈവച്ചിട്ട് ശരിയായില്ല. അവരൊക്കെ സാധാരണ ഫുൾ ടൈം വർക്കേഴ്സായിട്ട് മാറി. അതിനകത്ത് എന്ത് യുക്തിയാണ് ഉള്ളത്? എൻ്റെ പൊന്നെ, സൂചന വേലയ്ക്ക് വേണ്ടി മാറി വേർതിരിച്ചാൽ സൂചന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. അവരൊക്കെ മിഷണറിമാരല്ലേ? അവരൊക്കെ മിഷണറിമാരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മിഷണറിയുടെ തലയ്ക്ക് ചുറ്റുമുള്ള ഈ പ്രത്യേക ഒരു വലയുണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറും കേട്ടോ. സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടവരൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്നവരൊക്കെ മിഷണറിമാരാണ്. ഞാൻ പറയാം, മിഷണറിമാരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു സഭയുടെ സ്വാധീന വലയത്തിൻ്റെ ഉള്ളിൽ സഭാസ്ഥാപനത്തിനും സഭയുടെ വർധനവിനും ഒക്കെയായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ ലോക്കൽ മിഷണറീസ് എന്ന് വിളിച്ചോളൂ. എന്നിട്ട് സഭയുടെ സ്വാധീനമൊന്നുമില്ലാത്ത, സുവിശേഷമൊന്നും കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് പോകുന്നതായിരിക്കുന്ന ആളുകൾ, അവരാണ് ദൂരദേശത്തേക്ക് പോകുന്ന മിഷണറിമാർ. ബൈജു സഹോദരന് വന്ദനം പറയുന്നു, ജോർജ് സഹോദരന് വന്ദനം പറയുന്നു, കുര്യൻ സഹോദരന് വന്ദനം പറയുന്നു. നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് അതിന് വളരെ തടസ്സവും ബുദ്ധിമുട്ടുമുള്ള ഇടങ്ങളിലേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ മിഷണറിമാരാണ്. നമ്മളുടെ ഈ പ്രത്യേക സമൂഹത്തിലല്ലാതെ സുവിശേഷ വേലയ്ക്ക് പോകുന്ന ആളുകളെ മിഷണറിമാരല്ല എന്ന് പറയുന്നൊരു ക്രമീകരണമില്ല കേട്ടോ. അമേരിക്കയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന എല്ലാ ആൾക്കാരെയും അവർ മിഷണറിമാരാണ്. ബാപ്റ്റിസ്റ്റ് സമൂഹത്തിൽ മിഷൻ വേലയ്ക്ക് വേണ്ടി പോകുന്ന എല്ലാവരും മിഷണറിമാരാണ്. അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എല്ലാ മിഷണറിമാരും ഒരേ നിലയിൽ പ്രവർത്തിക്കുന്നവരും ഒരേ നിലയിൽ ബഹുമാനം ആർജിക്കുന്നവരുമല്ല. എല്ലാ മിഷണറിമാരും ഒരേ നിലകളിൽ പ്രവർത്തിക്കുന്നവരും ഒരേ നിലയിൽ ബഹുമാനം ആർജിക്കുന്നവരുമല്ല. അതിന് കാരണം എന്താ? അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, അവരുടെ പ്രവർത്തനത്തിൽ ഉള്ളതായിരിക്കുന്ന പ്രത്യേകത, അവർക്ക് ദൈവം നൽകിയ കഴിവിൻ്റെ വ്യത്യാസം, അവരുടെ പ്രവർത്തനങ്ങളിൽ ദൈവം കൊടുത്ത അനുഗ്രഹത്തിൻ്റെ വ്യത്യാസം, ഇതൊക്കെ അനുസരിച്ച് ചില മിഷണറിമാർക്ക് കൂടുതൽ പ്രസിദ്ധിയും അവർക്ക് കൂടുതൽ പ്രവർത്തനത്തിനുള്ള സാധ്യതയും അവരെക്കുറിച്ച് കൂടുതൽ അംഗീകരണമൊക്കെ ഉണ്ടാകും. അതിനോട് ചേർത്ത് ഞാൻ ഒരു പ്രസ്താവന പറയാം. നമ്മൾ ദൈവവേലക്കാരെ ബഹുമാനിക്കേണ്ടത് അവർ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവർ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ദൈവ വേലക്കാരെ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ, ദൈവവേല ചെയ്യുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നത് അവർ ആരാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരാളിനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. അദ്ദേഹം ഒരു സഭയിൽ നിന്ന് 2 കൈയും അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ആളാണ്. അദ്ദേഹം കൂടിയ ആളാണ്. പക്ഷേ വന്ന് ബൈബിൾ ക്ലാസ് എടുത്താൽ ലോകത്തിലൊരു മനുഷ്യനും മനസ്സിലാകത്തുമില്ല, ആർക്കും ഒരു ആത്മീയ വർധനയും വരികയില്ല. ആൾ കൂടിയ ആളാണ്. അദ്ദേഹത്തോട് എന്താ നമ്മൾ പറയാനുള്ളത്? അച്ഛൻ ഇങ്ങോട്ട് ഇനിയും വരാം, പണി ബോധിച്ചു അല്ലേ, പക്ഷെ അടുത്ത പ്രാവശ്യം ഒരു ഇങ്ങോട്ട് വരണ്ട. അതിന് കാര്യമില്ല, വന്നിട്ട് കാര്യമില്ലതുകൊണ്ടാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ശുശ്രൂഷകൾ പ്രാധാന്യമുള്ളതും വിലയുള്ളതുമാകുന്നത് അത് എങ്ങനെ നമ്മൾ നിവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവം തന്ന നമ്മുടെ കൃപകളും കഴിവുകളും ഒക്കെ വർദ്ധിപ്പിച്ച് ദൈവ വേലയിൽ നമ്മൾ ദൈവഹിതപ്രകാരം പ്രവർത്തിച്ച് ആ നിലയിൽ മനുഷ്യരുടെ, വിശ്വാസികളുടെ മധ്യത്തിലൊരു പ്രത്യേകമായ ശ്രദ്ധയും പ്രാധാന്യവും ഒക്കെ നേടിയെടുക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ മിഷണറി ആയതുകൊണ്ട് എല്ലാവരും എന്നെ ബഹുമാനിച്ചോണമെന്ന് പറയുന്ന രീതി ബൈബിളിലില്ല കേട്ടോ. ദൈവത്തിൻ്റെ വേലയിൽ ആളുകൾ പ്രശംസിക്കപ്പെടുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ വേല ദൈവഹിതപ്രകാരം അവർ ചെയ്യുന്നു. അവർ ശുശ്രൂഷകൾ ദൈവമക്കൾക്ക് അനുഗ്രഹമാണ്. അവരെ വിളിച്ചാൽ അവർ പറയുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് നമുക്ക് ആത്മീയ വർധന ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ശുശ്രൂഷകളെ നമ്മൾ മാനിക്കുന്നതിന് കാരണം അതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അയക്കപ്പെട്ട് കഴിഞ്ഞാൽ മിഷണറിമാരാകട്ടോ. എന്നാൽ അയക്കപ്പെട്ട എല്ലാ മിഷണറിമാർക്കും ഒരുപോലെയുള്ള പ്രാധാന്യമില്ല. ചില ആളുകളെ നമ്മൾ അങ്ങനെ ബഹുമാനിക്കില്ല. എൻ്റെ പൊന്നെ, അതൊരു നല്ല മിഷണറി ആണല്ലോ എന്ന് നമ്മൾ പറയും. അദ്ദേഹത്തിന് വേലയൊക്കെ അവിടെ ഇരിക്കട്ടെ, അദ്ദേഹം അവിടെ അധികം അങ്ങ് നമ്മൾ ഇടപെടാൻ പോകണ്ട. കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ ശുശ്രൂഷകൾ വിശാലമാകുന്നത്, നമുക്ക് സ്വീകാര്യത ലഭിക്കുന്നത്, നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ വേലകളുമൊക്കെ ദൈവജനത്തിന് പ്രയോജനമാണ്, ദൈവത്തിന് കൃപയുള്ള ആളുകളാണ്, ദൈവത്തിന് വചനം പറയുന്നവരാണ്
എന്ന ബോധ്യം മറ്റുള്ളവർക്കുണ്ടാകുമ്പോഴാണ്. ആ നിലയിലാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്, അല്ലാതെ ഒരു സ്ഥാനം കിട്ടിയതിൻ്റെ പേരിൽ അല്ല. അപ്പം അങ്ങനെ വേർതിരിക്കപ്പെട്ട ആളുകളാണ് മിഷണറിമാർ. അതുകൊണ്ട് മിഷണറിമാർക്ക് ആ നിലയിൽ ഒരു തുല്യതയുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളും ദൈവപരമേ ഉപയോഗിക്കുന്ന രീതികളും അവരുടെ കൃപകളും അനുസരിച്ച് അവരുടെ സ്വീകരണത്തിനും പ്രസിദ്ധിക്കും ഒക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാൻ 9ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. 10ാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മെ നടത്തിയ വഴികളും അതിന് ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരെയും നാം മറന്നു കളയരുത്. അവർ ശുശ്രൂഷകളെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് ഞാൻ 10ാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ നടത്തിയ വഴികളും അതിന് ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരെയും നാം മറന്നു കളയരുത്. അവരുടെ ശുശ്രൂഷകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നതാണ് ഞാൻ 10ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മളെന്തിനാ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ കാര്യം എന്താ? അതിനൊരു ചരിത്രമുണ്ട്. അതിനൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് 1982-83 തോന്നുന്നു മാതിരപ്പള്ളിയിൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ സ്ഥാപിച്ച ഒരു ചെറിയ സഭ. അതിന് ദൈവം ചില ദൈവ മനുഷ്യരെയൊക്കെ ഉപയോഗിച്ചു. 83 മാതിരപ്പള്ളിയിൽ ആരംഭിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. ജോയ് സാറ്, ഈപ്പൻ സാറ്, MG വർഗീസ് സാറ് എന്നൊക്കെ പറയുന്ന ദൈവമക്കളാണ് അതിന് മുൻകൈ എടുത്തത്. അവരെയാണ് ദൈവം പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. ആ സഭയിൽ നിന്ന്, ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ മിക്കവാറുമുള്ള ആളുകളെല്ലാവരും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെയാണ് നമ്മളുള്ളതായിരിക്കുന്ന സഹകരണം എന്നതിൻ്റെ കാര്യത. അങ്ങനെയാണ്. മാതിരപ്പള്ളി സഭയുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾ ചില ആളുകളുണ്ട്, എങ്കിലും മുഖ്യമായും ദൈവം അവിടെ ചെയ്ത ആ വേലയുടെ റിപ്പിൾസ്, അതിൻ്റെ അനന്തര ഫലങ്ങളായിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ചേരാനായിട്ട് ഇടവന്നത്. നമ്മുടെ സഭകൾ ഒന്നുകിൽ MG ചായൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ജോയ് സാറിൻ്റെ പ്രവർത്തനം, പിന്നെ കുറച്ച് ആദ്യകാലങ്ങളിൽ തന്നെ, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈപ്പൻ സാർ അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരങ്ങൾ ചെയ്ത വേലകളെ നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ മഹാകാരുണ്യത്താൽ ഈ എളിയവനും നിങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏറിയ കാലമായി. അതിനവസരം കർത്താവിനിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആദ്യമായി നിങ്ങളുടെ മധ്യത്തിൽ വരുന്ന 1987 വർഷമാണ്. 1987 എൻ്റെ ഓർമ്മ. ആദ്യമായിട്ട് ഞാൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ്. പിന്നീട് മൂവാറ്റുപുഴയിലുള്ള അവിടെ ഒരു പണ്ട് ചെറിയൊരു ഹോളുണ്ടായിരുന്നല്ലോ, IMA ഹോൾ, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം ഈ കാലം അത്രയും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഈ എളിയവനും സാധിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒന്നും പ്രത്യേകത കൊണ്ടൊന്നുമല്ല കേട്ടോ. ഈ ശുശ്രൂഷയിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന പങ്കാണ്. ദൈവം ഞങ്ങളെ അതിനായി അവസരങ്ങൾ ദൈവം തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ചരിത്രം മറന്നു കളയരുത്. ചില സഹോദരന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾക്കൊക്കെ ചില ബാധ്യതകളും ചില ബന്ധങ്ങളുമുണ്ട്. നിങ്ങൾ അത് മറന്നു കളയരുത്. നിങ്ങളെ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് നടത്തിയ കാര്യവും, നിങ്ങളുടെ ആദ്യകാലങ്ങളിൽ നിങ്ങളെ കൈപിടിച്ച് നിങ്ങൾക്ക് പിന്തുണ നൽകിയതും, നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന നിലയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നവരും ആയിരിക്കുന്ന ചില ദൈവമക്കളും ദൈവഭക്തന്മാരായ ദൈവമക്കളുണ്ട്. അവരെ നിങ്ങൾ മറന്നു കളയരുത്. അതന്യായമാണ്. നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അപ്പോൾ അതുകൊണ്ട് മിഷണറിമാരെല്ലാവരും മിഷണറിമാരാണ് എങ്കിലും ഞാൻ പറയാം, ദൈവം പ്രത്യേകമായി ഉപയോഗിച്ച ചില ദൈവദാസന്മാർക്ക് നമ്മളുടെ മധ്യത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ മാതിരപ്പള്ളി സഭയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ജോയ് സാറിനോട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമല്ല, ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്വതന്ത്രമായ സഭകളാണ്, അതിനൊന്നും നമുക്ക് സംശയമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ ഉപദേശമോ ഒക്കെ ആവശ്യമാണെങ്കിൽ, ബൈബിളിൽ പറഞ്ഞല്ലോ, ദാവീദിനെ കുറിച്ചൊക്കെ, ദാവീദ് ആരാണെന്ന് ചോദിച്ചു. പിന്നെ അത് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞല്ലേ, പിന്നെ അബീഗയിലിൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? നാബാൽ. അവനാരാണ്? ദാവീദ്.
ഇങ്ങനെ അവരുടെ നേതാക്കന്മാരെയൊക്കെ വിട്ടു നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആരാണ്? അല്ലെന്നേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച ദൈവമക്കളല്ലേ അവർ. നിങ്ങൾക്ക് അനേകം ഗുരുക്കന്മാരുണ്ട് എങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. അത് നിങ്ങൾ മറന്നു കളയരുത്. അതുകൊണ്ട് ഈ ദൈവദാസന്മാർക്ക് നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങളൊരു പങ്കു കൊടുക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഏറ്റവും ഉപയുക്തരായിരിക്കുന്ന ആളുകൾ അവർ തന്നെയാണ്. അവരുടെ ആലോചനകളും അവരുടെ ഉപദേശവും അവരുടെ പരിചയവും അവരുടെ ഭക്തിയും നിങ്ങൾക്ക് സഹായകരമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അധികാരവും സ്ഥാനവും ഒന്നും അനുസരിച്ച് നിങ്ങളുടെ മേൽ അധികാരം നടത്തുന്ന ആളുകളൊന്നും അല്ലെങ്കിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അവർക്കുള്ള സ്വാധീനത്തെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ശുശ്രൂഷകളെ നിങ്ങൾ മാനിക്കണം എന്നതാണ് എനിക്ക് 10ാമത് നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഭകളൊക്കെ സ്വതന്ത്രമാണൊക്കെ കാര്യം ശരിയാണ്. എന്നാൽ ഇനിയും ജോയി സാർ ആരാണ്? ബാബുയോർ സഹോദരനാരാണ്? അവർ രണ്ടൊന്നും ആരുമല്ല കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മീക വളർച്ചയിൽ ഒരു പങ്ക് വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ച് ദൈവം മനുഷ്യരെന്ന് അവരെക്കുറിച്ച് വിചാരിച്ചാൽ മതി. അവരുടെ ശുശ്രൂഷകളെ നിങ്ങൾ മാനിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ല നിർദ്ദേശം നൽകാൻ പറ്റുന്ന ആളുകളവരാണ്. അപ്പം ആ ഒരു നില, ആ ഒരു സ്ഥിതി നിങ്ങൾ മറക്കരുത് എന്നതാണ് ഞാൻ 10ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. 11ാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൂപ്പന്മാരില്ലാത്ത സഭകളായതിനാൽ അവർക്ക് തനതായ വ്യക്തിത്വവും സ്വാതന്ത്ര്യവുമുണ്ട്. ഇത് ഞാൻ ചില കാലങ്ങൾക്ക് മുന്നമേ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മൾ സഭകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു സഭയ്ക്ക് മൂപ്പന്മാരില്ല എങ്കിൽ അവർ സ്വതന്ത്ര സഭയല്ല. അവർ ഇങ്ങനെ മൂപ്പന്മാർ വരുന്നത് വരെ ഇങ്ങനെ അടിമത്തത്തിൽ കഴിയുന്ന ആളുകളാണ് എന്ന അവർക്കൊരു പരാധീനതയുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. എന്നാലൊരു സഭയെന്ന് പറഞ്ഞാൽ സഭയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളതിനെ സഭയെന്ന് വിളിക്കരുത്. ഒരു സഭ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് മൂപ്പന്മാരുണ്ടെങ്കിലും നേതൃത്വമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ സഭയാണ്. ആ സഭയ്ക്കുള്ളതായിരിക്കുന്ന വ്യക്തിത്വവും ആ സഭയ്ക്കുള്ളതായ സ്വാതന്ത്ര്യവും നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ചില സഭകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ആ മൂപ്പന്മാരൊന്നുമില്ല കേട്ടോ അവിടെ സഭകളിൽ. എന്നാൽ അവിടെ ഒരു തീരുമാനമെടുക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ സഭയുടെ സമ്മതവും അവരുടെ അഭിപ്രായവും അന്വേഷിക്കാതെ അവിടെ ഒരു തീരുമാനമെടുക്കുവാൻ പാടില്ല. കാരണം അവരൊരു സഭയാണ്. അതാണ് അതിൻ്റെ കാരണം. അല്ലെങ്കിൽ നിങ്ങളതിനെ സഭയെന്ന് വിളിക്കരുത്. സഭയാണെങ്കിൽ സഭയാണ്. പിന്നെ ആ സഭയുടെ പക്വതയും വളർച്ചയും പാകതയും ഒക്കെ അനുസരിച്ച് അവർക്ക് മൂപ്പന്മാരുണ്ടാകുന്നു. പിന്നെ അവർ മുസ്ലിംമാരെ വിടുന്നു. അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യമുണ്ട്. എന്നാൽ ഒരു സഭയിൽ ആ സഭയ്ക്ക് വെളിയിൽ നിന്ന് ആളുകൾ വന്ന് അവിടെയുള്ള സഭയിലുള്ള ആളുകളുടെ അഭിപ്രായവും അവരുടെ തീരുമാനവും ഒന്നും കണക്കിലെടുക്കാതെ അവരുടെ മേൽ അധികാരം നടത്തുന്നത് അത് ബാബിലോന്യമാണ്. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അത് ദൈവസഭയുടെ സ്വാതന്ത്ര്യത്തിനും ദൈവസഭയുടെ മാന്യതയ്ക്കും ചേരുന്നതായിരിക്കുന്ന കാര്യമല്ല. സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സഭയ്ക്ക് ഇടയന്മാരെ കണ്ടെത്തുന്നതിന് സഭയ്ക്ക് സാധിക്കില്ല. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആടുകൾ ഒരിക്കലും ഇടയന്മാരെ തിരഞ്ഞെടുക്കത്തില്ല. അതാണ് അതിൻ്റെ വാദം. ആടുകൾ ഒരിക്കലും ഇടയന്മാരെ തിരഞ്ഞെടുക്കില്ല. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇടയനെന്ന് പറയുന്ന ആളാരാ? അദ്ദേഹം ഒരാടല്ലേ? ഈ ഇടയനും ആടും എന്ന് പറയുന്ന ആ ഒരു താരതമ്യത്തിൽ ഇടയനെന്ന് പറയുന്ന വേറെ ഒരു ജീവിയാന്ന് വിചാരിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഇടയനെന്ന് പറയുന്ന ആളാരാ? ഈ ആടിൽ ഒരുത്തനാന്ന്. അപ്പം ഈ ആടുകളെ തിരഞ്ഞെടുക്കാൻ പറ്റൂലേ? അപ്പം ഞാൻ പറയുന്നത്, ഈ മൂപ്പൻ എന്ന് പറയുന്ന ആളും മിഷണറി എന്ന് പറയുന്ന ആളും എല്ലാം ആടുകൾ തന്നെയാണ്. ആടുകളുടെ വലിയിടയനായിട്ട് ഒരാളേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആളുകളുടെ വലിയിടയനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ബാക്കിയുള്ളതെല്ലാം ആടുകളാണ്. തലയൊന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ശരീരമാണ്. അപ്പം അതുകൊണ്ട് സഭ എന്ന് പറയുമ്പോൾ അവർക്ക് മൂപ്പന്മാരില്ല എന്നുള്ള കാരണത്തിൻ്റെ പേരിൽ
മറ്റുള്ള ആളുകൾക്കൊക്കെ വന്ന് അവർക്ക് മേക്കിട്ട് കയറാം, അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ മേലുള്ളതായിരിക്കുന്ന അധികാരവും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം ഹനിക്കാം എന്നുള്ള ചിന്ത ബൈബിളിൻ്റെ ആശയമല്ല. ദൈവമക്കൾ എന്ന് ഞാൻ മൂപ്പന്മാരോടും പറയാം, മൂപ്പന്മാർ കയറി വെറുതെ ഭരിക്കരുത് കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിശ്വാസികളും ആടുകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? ആടുകളെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ഈ വിശ്വാസികളെന്ന് പറയുന്നത് പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ വളരെ രസകരമായിട്ടത് പറഞ്ഞു ദൈവത്തിൻ്റെ ആടുകളെ. ഈ ആടുകളെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആടുകളാണ്. അവരെ നോക്കാനുള്ളൊരു ചുമതല നമ്മളെ ദൈവം ഏൽപ്പിച്ചതാണ്. അവർക്കിട്ട് മേക്കിട്ട് കയറാൻ വേണ്ടിയുള്ള പണിയല്ലിത്. അപ്പം അതുകൊണ്ട് സഭകളുടെ സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ മാന്യത, ദൈവമക്കളുടെ പൗരോഹിത്യം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ നമ്മളെ ഒരർത്ഥത്തിൽ തുല്യ നിലയിലുള്ളതായിരിക്കുന്ന ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സംസാരമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും എങ്ങനെ നമ്മളിങ്ങനെ മേളിൽ കയറി നിൽക്കുക, അവനിങ്ങനെ താഴെ നിൽക്കുക, അവനിങ്ങനെ മുട്ടയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് കൽപ്പിക്കുക. അത് കത്തോലിക്ക സഭയിലാണ് കേട്ടോ, ദൈവസഭയിൽ അങ്ങനെയല്ല. ഞാൻ സംസാരിക്കുന്നത് എന്നെപ്പോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹീ ഈസ് ഓൺ ഈക്വൽ സ്പീക്കിംഗ് ടേംസ് വിത്ത് മീ. എന്നോട് സംസാരിപ്പാൻ തക്കവണ്ണം ഉയർച്ചയും ഉയരവുമുള്ള ഒരു ദൈവഭക്തനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് വേണം. അങ്ങനെ സംസാരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ദൈവമക്കൾ, സഭകൾ, മൂപ്പന്മാർ വരുന്നത് വരെയുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പരിമിതികളുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ സഭകൾ സഭകളാണ്. ആ സഭകളുടെ സ്വാതന്ത്ര്യവും അവരുടെ താല്പര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം അവിടെ മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ അത് ഒരു പ്രധാന കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. മൂപ്പന്മാരില്ലാത്ത സഭകളും സഭകളായതിനാൽ അവർക്ക് അവരുടേതായിരിക്കുന്ന വ്യതിരിക്തതയുണ്ട്. ഒരു സ്ഥലത്തെ സഭയെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ സഭയില്ലയോ? മൂപ്പന്മാർ വരുമ്പോൾ അവിടുത്തെ സഭയാകും. മൂപ്പന്മാരില്ലാത്തവൻ എന്ത് ചെയ്യും? അവരെന്തുവാ? ആരാ? അവർ സഭയാണ്. എൻ്റെ മുന്നു സഹോദരങ്ങളെ, അവരവിടുത്തെ സഭയാണ്. മൂപ്പന്മാരില്ലാത്ത സഭ. അങ്ങനെയാണ് സഭയുടെ സ്ഥിതി. അവർക്ക് അടുത്ത കാര്യം പറയുന്നത്, നിയമിക്കുന്നതിന് എന്ന കാര്യം 15-ാമത്തെ പ്രസ്താവന. മൂപ്പന്മാരെ നിയമിക്കുന്നതിന് 12 ഐ എം സോറി അതെ, ഞാൻ എൻ്റെ നമ്പറിങ് തെറ്റിയിട്ട്. അപ്പോൾ 22 പറഞ്ഞാൽ ശരിയല്ല കേട്ടോ. 22 പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ തെറ്റുകൾ വരുമോ? അപ്പം തെറ്റുകളൊക്കെ മനസ്സിലാവില്ല. അപ്പം ഞാൻ 11 കഴിഞ്ഞതിന് ശേഷം 15 ഇട്ടേക്കുന്നത്. ആകെപ്പാടെ കുഴപ്പമായല്ലോ. ശരി, അപ്പം ഞാൻ 12-ാമത്തെ പോയിന്റ്, മൂപ്പന്മാരെ നിയമിക്കുന്നതിന് സഭ എങ്ങനെ സ്ഥാപിതമായി എന്ന വസ്തുത കണക്കിലെടുക്കേണ്ടതാണ്. മൂപ്പന്മാരെ നിയമിക്കുന്നതിന് സഭ എങ്ങനെ സ്ഥാപിതമായി എന്ന വസ്തുത കണക്കിലെടുക്കേണ്ടതാണ്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിലൊരു സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ എല്ലാ സഭകളിലും ഒരേ നിലകളിൽ മൂപ്പന്മാരെ നിയമിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ പ്രായോഗികമായിട്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിധേയമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയിൽ എങ്ങനെയാണ് മൂപ്പന്മാരെ നിയമിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സഭ എങ്ങനെയാണ് സ്ഥാപിതമായത് എന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ഒരു മിഷണറി ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം പ്രവർത്തിച്ച് ഒരു സഭയുണ്ടായി എങ്കിൽ ആ സഭയിൽ മൂപ്പന്മാരെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ മിഷണറിയാണ് മൂപ്പന്മാരെ നിയമിക്കേണ്ടത്. അത് ഏറ്റവും യോഗ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ സഭയെക്കുറിച്ച് അറിയാവുന്നതും ആ സഭയുടെ ആരംഭകാലം മുതലവിടെ പ്രവർത്തിച്ചതും ആ കാര്യങ്ങളും എല്ലാം ഈ മിഷണറി അതുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ആ മിഷണറിയാണ് അവിടെ മൂപ്പന്മാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ആളെന്ന് പറയുന്നതാണ്. എന്നാൽ എന്നാൽ ഒരു സഭ സ്ഥാപിച്ചത് ഞാൻ വിചാരിക്കുന്നു ഒരു സഭയുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് വിചാരിക്കുക. ഒരു സഭയുടെ പ്രവർത്തന ഫലമായിട്ട് അവിടെ മൂപ്പന്മാരും പിന്നെ അവിടെയുള്ള വിശ്വാസികളും അവിടെയുള്ള സഹോദരന്മാരും എല്ലാം കൂടെ പോയി പ്രവർത്തിച്ച ഒരു സഭയുണ്ടായി.
അപ്പോൾ ആ സഭ ഉള്ള മൂപ്പന്മാരെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ സഭ സ്ഥാപിക്കാനായിട്ട് കാരണമായി തീർന്ന സഭയിലെ മൂപ്പന്മാർക്ക് ആ മൂപ്പന്മാരെ കുറിച്ച് നിയമിക്കുന്ന കാര്യത്തിൽ അവർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. അവർ മാത്രം ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല, കാരണം അങ്ങനെയുള്ള നിയമം അങ്ങനെ നമ്മുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന മര്യാദകളുമൊക്കെ ആ വിഷയത്തിൽ പാലിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങളെക്കാൾ പഴക്കവും അതുപോലെ പരിചയവും ഒക്കെ ഉള്ള ആളുകളുണ്ട് എങ്കിൽ അവരോടും കൂടെ ഒന്ന് ചോദിക്കുകയും പിന്നെ അവരെ കൂടെ ഒന്ന് വിളിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഒരു സഭ വേറൊരു സഭ സ്ഥാപിക്കുകയാണ് എങ്കിൽ ആ സഭ സ്ഥാപിക്കുവാൻ കാരണമായി തീർന്ന സഭയുടെ മൂപ്പന്മാർക്ക് അവിടെ മൂപ്പന്മാരെ നിയമിക്കുന്നതിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂപ്പന്മാരെ കണ്ടെത്തുന്നതിലും നിയമിക്കുന്നതിലും സ്ഥലം സഭയുടെ തീരുമാനം അനിവാര്യമാണ്. അതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് 13ാമത്തെ പോയിന്റ്. മൂപ്പന്മാരെ കണ്ടെത്തുന്നതിലും നിയമിക്കുന്നതിലും സ്ഥലം സഭയുടെ തീരുമാനം അതീവ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ മൂപ്പന്മാരെ നിയമിക്കാനായിട്ട് അത് മിഷണറിമാരായിക്കോട്ടെ, അതിന് കാരണമായി പ്രവർത്തിച്ച സഭാ മൂപ്പന്മാരായിക്കൊള്ളട്ടെ, അവരാരാണ് എങ്കിലും മൂപ്പന്മാർ ഭരിക്കപ്പെടുന്ന ആളുകളെന്ന് പറയുന്ന ആ സഭയിലെ വിശ്വാസികളല്ലേ. അപ്പോൾ ആ സഭയിലെ വിശ്വാസികൾക്ക് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ സ്വീകാര്യരായിരിക്കുന്ന ആളുകളായിരിക്കണം, അല്ലാതെ അവരെ മൂപ്പന്മാരാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് വോട്ടെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ സഭയുടെ തീരുമാനം, ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എല്ലാവരും ആ വിഷയത്തിൽ യോജിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഈ പറയുന്ന ആളുകൾക്ക് അനുകൂലമല്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് മൂപ്പന്മാരായിട്ട് ഏത് അധികാരമുള്ള ആളാണെങ്കിലും അങ്ങനെയുള്ളവരെ നിയമിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സഭയുടെ സമ്മതം, സഭയിൽ വിശ്വാസികളായിരിക്കുന്ന ഈ ആളുകൾക്ക് സ്വീകാര്യരായ അവരെക്കുറിച്ച് സാക്ഷ്യം പ്രാപിച്ച അങ്ങനെയുള്ള ആളുകളെ മാത്രമേ നമുക്കൊരു സഭയിലെ മൂപ്പന്മാരായിട്ട് നിയമിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ഡെമോക്രാറ്റിക് രീതി അനുസരിച്ച് പറയാം, ഒരാൾ മൂപ്പനാകാൻ യോഗ്യതയില്ല എന്ന് കുറേ പേരും യോഗ്യതയുണ്ട് എന്ന് മറ്റൊരാളും പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അതിനൊരു വോട്ടിടേണ്ടതായിട്ട് വരും. ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ഞാൻ പറയാം, അതൊന്നും ആബ്സല്യൂട്ടായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ചിലപ്പോൾ ഭൂരിഭാഗം കിട്ടുന്ന ആളും യോഗ്യനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടാകാം. എന്നാൽ സഭയിലെ ഭൂരിഭാഗം ആളുകൾ സമ്മതിക്കാത്ത ഒരാളിനെ ഒരു സഭയിൽ മൂപ്പനായിട്ട് നിയമിക്കാനായിട്ട് ആർക്കും അനുവാദമില്ല. അപ്പോൾ അത് സഭയുടെ സമ്മതത്തോടു കൂടെ മാത്രമേ അത് ചെയ്യാനൊക്കുകയുള്ളൂ. അത് ആണ് അതിൻ്റെ യോഗ്യമായിരിക്കുന്ന കാര്യം. കാരണം വിശ്വാസികളെയാണല്ലോ അവർ നയിക്കുകയും നടത്തുകയും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് സ്വീകാര്യമില്ലാത്ത ഒരാളിനെ അവിടെ നമുക്ക് നേതാവായിട്ട് നിയമിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ 13ാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. 13 പറഞ്ഞത്. ശരി, 14ാമത്തെ പോയിന്റ്. ഇത് ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞു കേട്ടോ, എങ്കിലും ഞാനതൊരു പ്രസ്താവനയായിട്ട് പറയാം. മിഷണറിമാരുടെ സ്വാധീനവും പ്രാധാന്യവും അവരുടെ കൃപകളെയും ശുശ്രൂഷകളെയും അനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രസ്താവനയാണ് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയുകയാണ്. മിഷണറിമാരുടെ സ്വാധീനവും പ്രാധാന്യവും അവരുടെ കൃപകളും ശുശ്രൂഷകളും അനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സ്വാധീനമുള്ള ഒരാളായിട്ട് തീരണമെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന ശുശ്രൂഷ കർത്താവ് നിങ്ങൾക്ക് തരണം. അപ്പോൾ ദൈവം തന്ന ശുശ്രൂഷകളും ദൈവം തന്ന കൃപകളും അനുസരിച്ചാണ് ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ദൈവം തന്ന കൃപ മതി കേട്ടോ, ദൈവം തന്ന സ്വാധീനം മതി, ദൈവം തന്ന പ്രസിദ്ധി മതി. ആ നിലയിലുള്ള സമീപനം നമുക്ക് ആവശ്യമാണ്. ഇവ എല്ലാ നിലകളിലും പ്രസിദ്ധനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവികമായൊരു കാഴ്ചപ്പാടല്ല. ദൈവം തന്ന കൃപ മതി, ദൈവം തന്ന ശുശ്രൂഷ മതി, ദൈവം തന്ന സാഹചര്യങ്ങൾ മതി എന്നൊക്കെയുള്ളത് ദൈവഭക്തന്മാരുടെ തീരുമാനമാണ്. ഇപ്പോൾ എനിക്ക് കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ പ്രസംഗകനായാലും എന്താ കുഴപ്പം? കേരളത്തിലെ ഏറ്റവും കൂടിയ ആൾ മർത്തോമാ സഭയിലെ ഒരു തിരുമേനി, എൻ്റെ അപ്പൻ ആ മീറ്റിങ്ങിലുണ്ട് കേട്ടോ.
അപ്പം മർത്തോമാ സഭയിൽ ആ പുള്ളിക്ക് പ്രസംഗിക്കാനൊന്നും വലിയ വശമുള്ള ആളല്ല ഈ തിരുമേനി. അപ്പോൾ അദ്ദേഹം മുറുക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതൊന്ന് മുറുക്കുകയൊക്കെ ചെയ്ത് ആ ഒരു കോളാമ്പിയൊക്കെ അടുപ്പുണ്ട്, മുറുകിയൊന്ന് തുപ്പിയേച്ച് പുള്ളി പറഞ്ഞു, മർത്തോമാ സഭയിലെ ഏറ്റവും കൂടിയ ആൾ ഞാനാണ് എന്ന്. മർത്തോമാ സഭയിലെ ഏറ്റവും കൂടിയ ആൾ ഞാനാണ്. എല്ലാവർക്കും അങ്ങനെ പറയാം. പുള്ളി ഇച്ചിരി പൊട്ടനായതുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ, അല്ലെ അങ്ങനെ തിരിച്ച് പറയൂല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേട്ടോ, ആഗ്രഹമുണ്ട്. അത് ഭക്തിയുടെ ലക്ഷണമല്ല, അത് ഭക്തിയുടെ ലക്ഷണമല്ല. ദൈവം തന്ന ശുശ്രൂഷകളും ദൈവം തന്ന സാഹചര്യങ്ങളും മതി എന്ന് വിചാരിക്കുകയും എന്നാൽ വിശ്വസ്തയോടുകൂടെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മേഖലകൾ വർദ്ധിപ്പിക്കുകയും നമ്മുടെ കൃപകളെ ജ്വലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. നമുക്ക് കൂടുതൽ വിശ്വാസികൾ വേണ്ടേ? നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ വേണ്ടേ? നമുക്ക് വിജയിക്കണ്ടേ? അതൊക്കെ ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്ന കൃപ മതി, ദൈവം തന്ന പ്രസിദ്ധി മതി, ദൈവം തന്ന സാഹചര്യങ്ങൾ മതി എന്ന് തീരുമാനിക്കുന്നതും ഭക്തന്മാരുടെ ലക്ഷണം തന്നെയാണ്. ഞാൻ കേട്ട ഒരു പ്രസംഗം ഒരു കാര്യം പറയാം. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്നയാൾ കേട്ടിട്ടുണ്ടല്ലേ? മാർട്ടിൻ ലോയ്ഡ് ജോൺസിനെ കേട്ടിട്ടുണ്ടോ? അയ്യോ, കേട്ടിട്ടില്ലെങ്കിൽ വലിയ സങ്കടമാണ്. ഇംഗ്ലണ്ടിലെ C.H. സ്പർജൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും പ്രസിദ്ധനായ പ്രസംഗകനായിരുന്നു മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹം ഒരു മഹാപണ്ഡിതനും ഭയങ്കര വാഗ്മിയുമായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഹി വാസ് ഓൾസോ എ പ്രീച്ചർ ടു ദ ക്വീൻ. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പ്രസംഗം കേൾക്കാനായിട്ട് ഇംഗ്ലണ്ടിലെ രാജ്ഞി വരും. അങ്ങനെ പുറകെ അങ്ങനെ ഇരിക്കും. അപ്പോൾ മാർട്ടിൻ ലോയ്ഡ് ജോൺസ് അവരോട് പ്രസംഗിക്കും. കൂടിയ ആളാണ്. എന്നാൽ അവസാന കാലത്ത് 2 വർഷം എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ശബ്ദമില്ലാതെ പോയി, പ്രസംഗിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം തൻ്റെ വീട്ടിൽ അങ്ങനെ കഴിയുകയാണ്. ഇത്രയും പ്രസിദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയിൽ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ജോൺസ്, താങ്കൾ വളരെ സങ്കടപ്പെടുന്നു എന്ന് ഞങ്ങൾക്കറിയാം. താങ്കൾ വലിയ പ്രസിദ്ധനായൊരു പ്രസംഗകനായിരുന്നു, ഇപ്പോൾ പ്രസംഗിക്കാനൊന്നും വയ്യ. അവിടെ നിരാശനായിട്ട് കഴിയുന്ന ഒരാളാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ജോൺസ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സ്നേഹിത, എനിക്ക് യാതൊരു നിരാശയില്ല. ദൈവം ഒരു 10-30 ദീർഘമായ വർഷങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാനത് ചെയ്തു. 2 വർഷം വിശ്രമിക്കാനായിട്ട് സ്വർഗത്തിൽ ദൈവം എനിക്ക് അവസരം തന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് പരാതിപ്പെടുന്നത്? അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് നിരാശപ്പെടുന്നത്? എന്നെ നിർണ്ണയിക്കുന്നത് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രാഗൽഭ്യവും എന്നെ കേൾക്കുന്ന ആളുകളുടെ വലിപ്പമൊന്നുമല്ല, എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ബന്ധവും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മാനവുമാണ്. ഞാനിതിനെക്കുറിച്ച് ഒട്ടും ഭാരപ്പെടുന്ന ആളല്ലെന്ന് പറഞ്ഞു. മൈ മിനിസ്ട്രി ഡസ് നോട്ട് ഡിസൈഡ് ഹു ഐ ആം. ദൈവം തരുന്ന അവസരം സന്തോഷത്തോടെ ഉപയോഗിക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തും. അതാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് വലിയൊരു മനുഷ്യനായിരുന്നു കേട്ടോ, ഭക്തനായ മനുഷ്യനായിരുന്നു. നമുക്ക് തന്നതായിരിക്കുന്ന കൃപകളനുസരിച്ച് അത് വർദ്ധിപ്പിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവം തന്നത് മതി എന്ന് ഉറച്ച് ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ആളുകളാണ് ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകൾ. അപ്പോൾ മിഷണറിമാരുടെ സ്വാധീനവും പ്രാധാന്യവും അവരുടെ കൃപകളെയും ശുശ്രൂഷകളെയും അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. 15ാമത്തെ കാര്യം, മിഷണറിമാരെ പ്രാദേശിക മിഷണറിമാരിൽ നിന്നും ദൂരവ്യാപക മിഷണറിമാരിൽ നിന്നും തിരിക്കാം. അപ്പം ഞാൻ ഇംഗ്ലീഷിലാണെങ്കിൽ ലോക്കൽ മിഷണറീസ് എന്നും ഫോറിൻ മിഷണറീസ് എന്നും പറയും. സാധാരണഗതിയിൽ ഉള്ള ക്രിസ്തീയ സമൂഹങ്ങളിൽ ദൂരേക്ക് പോകുന്ന ആളുകളെയാണ് പ്രധാനമായും മിഷണറിമാരെന്ന് വിളിക്കുന്നത്. ഒരു സഭയുടെ പ്രവർത്തനത്തിൻ്റെ സ്വാധീന വലയത്തിന് വെളിയിൽ സുവിശേഷവുമായിട്ട് കടന്നു പോകുന്ന ആളുകളെയാണ് പ്രോപ്പർ മിഷണറീസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഞാൻ വിചാരിക്കുന്നു, ഇന്ന് പല വേദപണ്ഡിതന്മാരും അതിനെക്കുറിച്ച് പറയുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുന്ന എല്ലാവരെയും മിഷണറിമാർ
സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് വേർതിരിയുന്ന എല്ലാവരെയും മിഷണറിമാരായിട്ട് പരിഗണിക്കാം, അങ്ങനെ വേണം പരിഗണിക്കാൻ എന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാരെല്ലാവരും അഭിപ്രായപ്പെടും. ഞാൻ അഭിപ്രായത്തോട് യോജിക്കുന്നു. എന്നാൽ ഒരു സഭയ്ക്ക് ഈ ഈ മിഷണറിമാരുടെ മേലുള്ള നിയന്ത്രണം, ഈ പ്രാദേശിക മിഷണറിമാരുടെ മേലുള്ള നിയന്ത്രണവും ദൂരെയുള്ള മിഷണറിമാരുടെ മേലുള്ള നിയന്ത്രണവും വ്യത്യാസമാണ്. കാരണം അവിടെ പ്രവർത്തന വ്യത്യാസമാണ് എന്നുള്ളതുകൊണ്ടാണ്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മിഷണറിമാർ, സുവിശേഷ പ്രവർത്തകരെ നമുക്ക് കൂടുതൽ അവരെ അറിയുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും അവരെ ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൂരെ പ്രവർത്തിക്കുന്ന ആളുകളെ അങ്ങനെ സാധിക്കില്ല. ബിജു സഹോദരന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ചോദിച്ചാൽ അത് എഴുന്നേറ്റത് എപ്പോഴാണെന്നും എപ്പോഴാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹം ചെയ്യുന്ന വേലകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ദൈവവും താനും തമ്മിലുള്ള ആ ബന്ധത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളെ ഒന്നും നിയന്ത്രിക്കുവാൻ ദൂരെ നിന്ന് ഒരു സഭയ്ക്കും ഒരു നേതാവിനും സാധിക്കില്ല. എന്നാൽ നമ്മളോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വിശ്വസ്തന്മാരാണ് എങ്കിൽ അവർ രാവിലെ പ്രാർത്ഥിച്ചോ, അവരെ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് തീരുമാനിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ മിഷണറിമാരെ എല്ലാവരെയും ഒരേ നിലയിൽ പരിഗണിക്കുകയും അവരെ ഒരേ നിലയിൽ നിയന്ത്രിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദൂരെ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന മിഷണറിമാർക്ക് അവരുടെ പ്രവർത്തനത്തിന് വളരെയധികം സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം എന്നതാണ് ഞാൻ ഈ 15ാമത്തെ പോയിൻ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രായോഗികമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൂരെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നിയന്ത്രിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ അവരെ അയച്ചത് അവരെ വിശ്വസ്തന്മാരെന്ന് എണ്ണി അയച്ചതാണ്. അവർക്ക് പ്രാഥമികമായുള്ള അവരുടെ ഉത്തരവാദിത്വം ദൈവത്തോടും പിന്നെ അവിടെയുള്ള സഹവിശ്വാസികളോടുമാണ്. അല്ലാതെ ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം പ്രാദേശിക മിഷണറിമാർക്ക് വരെ നിയന്ത്രിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരുമായി അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ദൂരെയുള്ള ആളുകളെ നമുക്ക് ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും സാധിക്കില്ല. അപ്പോൾ ദൂരെയാണ് പ്രവർത്തനമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരർത്ഥത്തിൽ നിങ്ങൾ കൂടുതൽ സ്വതന്ത്രരാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും അവിടെയുള്ള സഹവിശ്വാസികളോടുള്ള സഹകരണത്തിലും അവരോടുള്ള അക്കൗണ്ടബിലിറ്റിയിലും നിങ്ങൾ പ്രവർത്തിക്കണം. ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ അതിൽ വരുമ്പോഴേ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങളൊന്ന് വിലയിരുത്തുകയും വീക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ദൂരെയുള്ളതായിരിക്കുന്ന മിഷണറിമാർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് 15ാമത്തെ പ്രസ്താവനയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൂരവ്യാപക മിഷണറിമാരെ കുറിച്ചുള്ള അടുത്ത പ്രസ്താവനയാണ് 16ാമത്തെ പ്രസ്താവന. നമ്മൾ പ്രാദേശിക സഭകളിൽ നിന്ന് അയക്കുന്ന മിഷണറിമാർ, ചില സഭകൾക്ക് പ്രാദേശിക സഭകളിൽ നിന്ന് അയക്കുന്ന മിഷണറിമാരെ പൂർണ്ണമായും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനുമൊക്കെയുള്ള സാമ്പത്തിക സാഹചര്യവും അതുപോലെ തന്നെ ആത്മീകമായ സാഹചര്യങ്ങളുമൊക്കെയുള്ള ചുരുക്കം ചില സഭകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ആ മിഷണറിമാരോട് നേരിട്ടുള്ളതായിരിക്കുന്ന ബന്ധവും ആ സഭകൾക്ക് അവരുടെ മേൽ കൂടുതൽ സ്വാധീനവുമുണ്ട്. എന്നാൽ ഒരു മിഷണറിയെ സഹായിക്കാനായിട്ട് അയച്ച സഭയ്ക്ക് അവർക്ക് അതിനുള്ളതായിരിക്കുന്ന പ്രാപ്തിയില്ല എങ്കിൽ നമ്മളോട് സമാന ചിന്തയുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നതുമായിരിക്കുന്ന മറ്റ് സഭ ആ വിഷയത്തിൽ അവരെ സഹായിക്കാനായിട്ട് നമ്മളോട് ഒത്തുചേരും. അപ്പം ദൂരെ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ചില മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ പല സഭകൾ സഹായിക്കുന്ന മിഷണറിമാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അയച്ച സഭയ്ക്ക് ഈ മിഷണറിയുടെ മേൽ അവർ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണമായും അവർ മാത്രം ചെയ്യുന്ന ആളുകളെ പോലെയുള്ള ആ ഒരു നിയന്ത്രണം അവരുടെ മേൽ പറ്റുകയില്ല. അപ്പോൾ അവർ ആ മിഷണറിമാരെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയോ അവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുകയില്ല. കാരണം ദൂരെ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങളുടെ മാത്രം ആളല്ല. ഞങ്ങളും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും അവർ പ്രവർത്തനങ്ങൾ കൂട്ടാളികളാകുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ സഭയാണ് അയച്ചത്, ആ സഭയ്ക്ക് ആ മിഷണറുടെ മേൽ പൂർണ്ണ നിയന്ത്രണമാണ്. നിങ്ങൾ മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? ഞങ്ങളും കൂടെ മറ്റ് സഭകളും കൂടെ അവരെ സഹായിക്കുകയും ആ പ്രവർത്തനത്തിൽ കൂട്ടിയേരുകയും പങ്കാളിത്തം വഹിക്കുകയും ഒക്കെ ചെയ്താൽ ഞങ്ങളോടും കൂടെ ഒന്ന് ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ അവരുടെ മേൽ തീരുമാനമെടുക്കാനും അവരോട് എന്തെങ്കിലുമൊക്കെ ആ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കാനും നിങ്ങൾക്ക് ആ നിലയിൽ നിങ്ങൾ ചെയ്യരുത്. ബുദ്ധിയല്ല, അത് യോഗ്യമായ ഒരു കാര്യമല്ല. ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും ഇങ്ങനെ പ്രത്യേകമായ വാക്യങ്ങളൊന്നും എടുത്തൊന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഒരു മാനുഷികമായ തലത്തിൽ തന്നെ പറയുമ്പോൾ പല ആളുകൾ കൂടെ ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു കാര്യം, അതിൽ ഒരാൾ കയറി നിന്ന് അതിനെക്കുറിച്ചുള്ള ആത്യന്തിക തീരുമാനം പറയുക, ഉടനെ മറ്റുള്ള ആൾക്കാരെന്താ പറയും? അതൊരു സുഖമില്ലാത്ത പണിയാണല്ലോ. നമ്മളെല്ലാവരും കൂടെയാണ് ഇതിനകത്ത് പണിക്കിറങ്ങിയത്. അവസാനം വന്നപ്പോൾ ഒരാൾ കയറി ഭയങ്കര സംസാരം. നിങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധമുണ്ടെന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചു തരാം. എന്നാൽ മറ്റ് സഭകളെയും അതിനോട് സഹകരിക്കുന്ന ആളുകളെയും ഒക്കെ കണക്കിലെടുത്ത് അവരോടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ച് അവരുടെ ഒരു കൺസെൻസസ് അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദൂരദേശത്ത് പ്രവർത്തിക്കുന്ന മിഷണറിമാർ മാത്രമല്ല, ഒരു മിഷണറിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സഭാസ്ഥാപകനാണോ എങ്കിൽ അവരെ അയച്ച സഭ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അദ്ദേഹം സ്ഥാപിച്ച സഭകളും അദ്ദേഹം അങ്ങനെയുള്ള സഭകളെയും ഒക്കെ കണക്കിലെടുത്ത് വേണം അത് ചെയ്യാൻ. ദൂരെ നിന്നുകൊണ്ട് അവരെ ആരെയും പരിഗണിക്കാതെ ഒരു മിഷണറിക്ക് നേരെ നടപടികളെടുക്കാനോ അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ആ നിലയിൽ ഏകപക്ഷീയമായി ചെയ്യുന്നതിനുള്ള അനുവാദമില്ല. കാരണം ചോദിച്ചാൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അടുത്തിടപെടുന്ന ആളുകളാരാ? അവിടെയുള്ളതായിരിക്കുന്ന വിശ്വാസികളല്ലേ, അവിടെയുള്ള സഭകളല്ലേ. ആ സഭകളെ ഒന്നും കണക്കിലെടുക്കാതെ ദൂരെ നിന്നുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് അഭിപ്രായം പറയുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതും അത് സ്വീകാര്യമായ കാര്യമല്ല. അവിടെ ഒരു മിഷണറി എന്ന് പറയുന്നത് പോയ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ നിയന്ത്രണമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഉപയോഗിക്കുകയും അദ്ദേഹം സഭകൾ സ്ഥാപിക്കാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുകയും ചെയ്തു. അനേക വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ പരിരക്ഷയിലും സഹകരണത്തിലും ഉണ്ട്. ഉടനെ നമ്മൾ ആരോടും ചോദിക്കാതെ അദ്ദേഹത്തെ അയച്ച സഭയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഭരിക്കാനും അദ്ദേഹത്തിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കാനും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രയോജനകരമായ കാര്യമല്ല. ഈ കാര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്ത് മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൂരദേശത്ത് അല്ലെങ്കിൽ സഭാസ്ഥാപനം നടത്തുന്ന ഒരു മിഷണറിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ പല ആളുകൾ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ബന്ധം, അദ്ദേഹത്തെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റ് സഭകളോടും അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച സഭകളോടുമൊക്കെയുള്ള ഒരു സഹകരണത്തിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ആ പ്രവർത്തനത്തിനും മിഷണറിക്കും സഭകൾക്കും എല്ലാം അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതാണ് എൻ്റെ 16ാമത്തെ പോയിൻ്റ്. 17ാമത്തെ പോയിൻ്റ്. അപ്പോൾ എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് 19 പോയിൻ്റേ ഉള്ളൂ കേട്ടോ. 17ാമത്തെ പോയിൻ്റ്. അപ്പോൾ നമ്മളുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന സഭകൾ, അവയിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സഭകൾ തന്നെയാണ്. സഭകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രാഥമിക ഇടം സഭകൾ തന്നെയാണ്. സഭകൾ പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? സഭയിലുള്ളതായിരിക്കുന്ന ആളുകൾ, മൂപ്പന്മാരുള്ള ആളുകളാണ് എങ്കിൽ മൂപ്പന്മാർ ഒരുമിച്ച് കൂടി സഭയിലെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവചനത്തിലെ പ്രമാണങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് ഉള്ള പ്രാപ്തി പോലെ ആ പ്രശ്നങ്ങളെ അവർ പരിഹരിക്കാനായിട്ട് അവർ ശ്രമിക്കണം. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എങ്കിൽ, പറഞ്ഞല്ലോ എല്ലാ മൂപ്പന്മാരും അതുപോലെ പരിജ്ഞാനവും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ആളുകളായിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള സഹായം അന്വേഷിക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മളെ സഹകരണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്
ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രാദേശികമായി, അതാണ് ഞാൻ 18ാമത്തെ പോയിൻ്റാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രാദേശികമായി പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രശ്നപരിഹാരത്തിന് പ്രാപ്തിയുള്ള സഭയ്ക്ക് സ്വീകാര്യരായ മധ്യസ്ഥന്മാരെ ക്ഷണിക്കാവുന്നതാണ്. പ്രാദേശികമായി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്ത അവസരങ്ങളിൽ പരിഹരിക്കാനായി അതിന് പ്രാപ്തിയുള്ള നമുക്ക് സഭയ്ക്ക് സ്വീകാര്യരായ മധ്യസ്ഥന്മാരെ ക്ഷണിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ മധ്യത്തിൽ ഈ വിഷയത്തിൽ പരിചയവും പാകതയും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് കടപ്പാടുമൊക്കെ ഉള്ള മുതിർന്ന സഹോദരന്മാരെ അവർക്ക് മുൻഗണന കൊടുക്കണം. കാരണം അവർക്ക് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുണ്ടല്ലോ, അവരോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടല്ലോ, അവരോട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ചരിത്രമുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ മധ്യത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ ജോയ് സാറ് പിന്നെ ഞാനൊക്കെ ആ പ്രശ്നത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന ആളുകളാണ്. അങ്ങനെ ചെയ്തു കൊള്ളണം എന്നുള്ള നിർബന്ധമൊന്നും ഞാൻ പറയുകയല്ല. എന്നാൽ അത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഞങ്ങളെയൊക്കെ നിങ്ങളെ ഒഴിവാക്കുന്ന, നിങ്ങൾ വിളിച്ചാലേ വരികയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. വിളിക്കാതെ ഞങ്ങൾ വരില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് ഒരു 10-40 വർഷമായി ബൈബിൾ പഠിക്കുകയും ഒരു 10-40 വർഷമായി ദൈവവേലയിൽ ഇടപെടുകയും ഒരു 10-40 വർഷമായി നിങ്ങളുടെ മധ്യത്തിൽ ഒരു അധ്യാപകനായി ഉപദേശകനായി പ്രവർത്തിക്കുകയും ചെയ്ത എനിക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ ഒരു പരിജ്ഞാനമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളുക. അങ്ങനെ വിചാരിച്ചോളൂ. പിന്നെ ഇച്ചിരി കോപിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. എന്നാൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ സഹായിക്കാനായിട്ട് മനസ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുന്നു. ജോയ് സാറിനെ കുറിച്ച് ഞാൻ അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ അദ്ദേഹത്തെ അവഗണിക്കരുത്. അയ്യോ, നമ്മൾ ഈ സഭകളെല്ലാം ഒരർത്ഥത്തിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായിട്ട് നിങ്ങൾ മുതിർന്ന സഹോദരന്മാരെ നിങ്ങൾ സമീപിക്കണം. പ്രായവും പക്വതയൊക്കെ ഉള്ള മറ്റ് മൂപ്പന്മാർ നിങ്ങൾക്ക് സമീപേ ഉണ്ട് എങ്കിൽ അവരെ വിളിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു തർക്കവുമില്ല. എങ്കിലും നിങ്ങൾ മുതിർന്ന സഹോദരന്മാർക്ക് ഒരു മുൻഗണന കൊടുക്കണം. എല്ലാവരും കൈകാര്യം ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം സ്വീകാര്യമാണ് എന്നൊന്നും അർത്ഥമില്ല. എന്നാൽ പ്രശ്നപരിഹാരത്തിന് അവർ വളരെ സഹായകരമാകും എന്നതാണ് ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളുടെ ഇങ്ങനെയുള്ളൊരു ഫോറത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും മിഷണറിമാരും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഈ ഒരു ഫോറം വളരെ നല്ല ഒരു ക്രമീകരണമാണ്. ഇത് എന്നും ഇങ്ങനെ ആയിരിക്കണമെന്നും ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ സഭകൾക്കും 100% സ്വീകാര്യമായിരിക്കണമെന്നും ഒന്നും അതിനകത്ത് നിർബന്ധമില്ല കേട്ടോ. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശലോമോൻ പറയുന്നത് പോലെ ആലോചനാ ബഹുത്വത്തിൽ ഒരു ഗുണമുണ്ട് കേട്ടോ. ആലോചനാ ബഹുത്വത്തിൽ അതിൻ്റേതായിരിക്കുന്ന ഒരു ഗുണമുണ്ട്. മാത്രമല്ല, നിങ്ങളൊക്കെ പരിചയവും പാകതയുമുള്ള ആൾക്കാരല്ലേ. ഞാൻ 40 വർഷത്തെക്കുറിച്ച് പറഞ്ഞു. 40 വർഷം പറയാൻ കഴിയുന്ന ആളുകൾ ജോയ് സാറേ ഉള്ളെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതിലൊക്കെ 10, 30, 20, 25 ഒക്കെ വർഷങ്ങൾ പറയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ അമച്വറല്ല, നിങ്ങൾ പുതിയ കളിക്കാരല്ല. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ പാകതയും പക്വതയുമുള്ള ആളുകളാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യവും മൂല്യവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് അത് പ്രയോജനകരമായ തീരുമാനങ്ങളാണ്. അത് ദൈവഹിത പ്രകാരമുള്ള തീരുമാനമായിരിക്കാനുള്ള സാധ്യത വളരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ യോഗങ്ങളിൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രശ്നപരിഹാരത്തിനും ആത്മീയ വർധനയ്ക്കുമൊക്കെ വളരെ സഹായകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായി എല്ലാവർക്കും ബാധകമായിരിക്കുന്നൊരു ക്രമീകരണമല്ലെങ്കിലും
നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും സഹകരണത്തിനും വളരെ സഹായകരമായിരിക്കുന്ന ഒരു വേദിയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാനോട് ചേർത്ത് പറയാം. ഈ സമൂഹം അല്ലെങ്കിൽ ഈ ഫോറത്തിൻ്റെ പ്രവർത്തനം ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ ഫോറത്തിൻ്റെ പ്രവർത്തനം ആരാണ് നിയന്ത്രിക്കുന്നത്? അങ്ങനെ നിയന്ത്രണത്തിനൊരു ക്രമീകരണമൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരും കൂടെ 100% പൊതുവെ നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ മാത്രമേ ഈ സഭയിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഈ സഭ വിളിച്ചു കൂട്ടാൻ ആർക്കാ അനുവാദം? ഒരു സഹോദരൻ പറയാണ്, നാളെ എല്ലാവരും കൂടെ ഇന്ന സ്ഥലത്ത് വന്നേക്കണം. അതിനൊരു അഭംഗിയുണ്ടല്ലോ. ഈ ഫോറത്തിൽ നിങ്ങൾ ആ വിഷയം അവതരിപ്പിച്ച് ഈ ഫോറത്തിലൊരു യോജിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ സമ്മേളനം സാധിക്കുകയുള്ളൂ. അല്ല ഞാൻ ചാടി എഴുന്നേറ്റ് നാളെ നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നേക്കണം എന്ന് പറയാൻ പറ്റില്ല. അതൊരു സ്വീകാര്യമായ രീതിയല്ല. നിങ്ങളുടെ പ്രശ്നമുണ്ടായാൽ നിങ്ങളത് നമുക്ക് സെർവൻ്റ് ലീഡേഴ്സ് എന്നതിന് പേര് കേട്ടോ. പേര് മാറ്റണോ എന്നൊരു സംശയം എനിക്കുണ്ട്. എല്ലാവരും സെർവൻ്റ് മനോഭാവമുള്ളവരാണോ? മാർപ്പാപ്പയുടെ പേരെന്തുവാ? എന്താ സാറേ? സെർവൻസ് ഓഫ് സെർവൻ്റ്. എങ്ങനെ പേരാ മാർപ്പാപ്പ? സെർവൻ്റ് ഓഫ് സെർവൻ്റ്. അതേതെ കാണണമെങ്കിൽ മുട്ടയിലടിഞ്ഞ് ചെല്ലണം. അങ്ങനെ ചെല്ലണ്ടേ? അതാണ് സെർവൻ്റ്. സെർവൻ്റ് ലീഡേഴ്സ് എവിടാ സെർവൻ്റ്? അപ്പം സെർവൻ്റ് ലീഡേഴ്സാണ് കേട്ടോ, സെർവൻ്റ് ലീഡേഴ്സാണ്. അപ്പോൾ ആ ഫോറത്തിൽ നിങ്ങളിത് പറയണം. ഇങ്ങനൊരു പ്രശ്നമുണ്ട് സഹോദരന്മാരെ, നമുക്കൊന്ന് ഒരുമിച്ച് കൂടാനായിട്ട് നിങ്ങൾക്ക് മനസ്സാണോ എന്നൊക്കെ ചോദിച്ച് ഒരു കൺസെൻസസ് വാങ്ങിയിട്ട് വേണം നിങ്ങളത് ഒരുമിച്ച് കൂടാനായിട്ട്. അല്ലാതെ ആരും കൽപ്പിക്കരുത് കേട്ടോ, കൂടിക്കോ വന്നോ എന്നൊന്നും. ആ ഒരു രീതികൾ അതൊരു മാന്യമായ രീതിയല്ല. നമ്മൾ ഒരു അഭിപ്രായ സമന്വയം മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും മിഷണറിമാരുടെയും യോഗം വിളിച്ചു കൂട്ടുവാൻ ആ ഫോറത്തിൻ്റെ അഭിപ്രായ സമന്വയം ആവശ്യമാണ് എന്നതാണ് എൻ്റെ ഫൈനൽ പോയിൻ്റ്. 10 മിനിറ്റല്ലേ മുമ്പോട്ട് പോയുള്ളൂ. 23 ഇനി പോയിൻ്റ് ഉണ്ടായിരുന്നു. പോയിൻ്റ് തെറ്റിച്ചത് കൊണ്ട് ഇപ്പോൾ തീർന്നിരിക്കുന്നു. അപ്പോൾ എത്രയൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇനി പോയിൻ്റ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നാലെ ഇനി പോയിൻ്റുകൾ വരും. എങ്കിലും നമ്മൾ ഈ എഫീഷ്യൻസ് 4:11 പറഞ്ഞപ്പോൾ എത്ര കാലമായി. അപ്പോൾ നമുക്കിനി വേറെ കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഒരു നിലയിൽ ഇന്നത്തെ നമ്മുടെ ചർച്ചകൾ കൊണ്ട് അതിനൊരു അവസാനം വരുത്തിയാൽ അതൊരു നല്ല കാര്യമായിരിക്കും. ഇതിനെക്കുറിച്ച് പിന്നെയും ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. എങ്കിലും ഏതാണ്ടൊരു അഭിപ്രായ സമന്വയം ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടായാൽ നമുക്ക് സന്തോഷമായി സഹകരിച്ച് മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാനും പ്രായോഗികമാക്കാനും ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സഹകരിക്കട്ടെ. എന്നെ സഹിച്ചതിന് വളരെ വളരെ നന്ദി. ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിരുന്നല്ലോ. നിങ്ങൾ കൂടിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ അത് ചെയ്യില്ല. അപ്പോൾ അതിലെനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളെന്നെയും സ്നേഹിക്കുന്നു എന്ന് ഞാനങ്ങ് ധൈര്യപ്പെടുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചില സഹോദരന്മാരെ ഒരു വാക്കുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും കേട്ടോ. ചില സഹോദരന്മാർക്ക് ഭാവിയെ നോക്കുമ്പം ഭയങ്കര സങ്കടമാണ്. അവർ പറയുന്നത് ഇനിയും നമ്മൾ ഗുണപ്പെടുകയില്ലെന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, ആ വിഷയത്തിന് ഞാൻ ശാസിക്കുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളെ നല്ല ദിവസങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും ശ്രദ്ധേയമായിരിക്കുന്ന ദൈവമക്കളുടെ ഒരു സമൂഹമായിട്ട് തീരും. നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് വേണം. എല്ലാവരും ഇത് പണി തീർന്നു ഇനി എന്നാണ് ഈ കൂടും ചട്ടിയും കട്ടയൊക്കെ എടുത്ത് ഇനി വീട്ടിൽ പോകുന്നത് വിചാരിച്ചിരിക്കുക. അതൊന്നും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയല്ല. നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വേലയിൽ കൈകോർക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.